നിങ്ങളുടേത് റിലേഷൻഷിപ്പാണോ സിറ്റുവേഷൻഷിപ്പാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ പ്രണയിക്കുന്ന ഒരാളാണോ, അല്ല സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സംസാരിക്കാൻ ഗുഡ് മോർണിംഗ് പറയാനും ചായ കുടിച്ചും ചോദിക്കാൻ ഒരാൾ, തിരിച്ച് വർക്കിന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ജോലിക്കോ പഠിക്കാനൊക്കെ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ വേറൊരാൾ, അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വേറൊരാൾ, കോളേജിൽ വേറൊരാൾ, ഡ്യൂട്ടി സ്ഥലത്ത് വേറൊരാൾ, തിരിച്ച് വരുമ്പോൾ വേറൊരാൾ, അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ ആളുകളുണ്ടാവും. ആ ഒരാൾക്ക് എല്ലാവരും വിചാരം ഇവർ നമ്മളെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സിറ്റുവേഷൻഷിപ്പായിട്ടാണോ റിലേഷൻഷിപ്പായിട്ടാണോ നോക്കുന്നതെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇതിൽ കുറച്ച് സൈനുകൾ ഞാൻ പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ലവ് സീരിയസ് ആണോ, അവർ നമ്മളെ തന്നെ മാത്രമാണോ നോക്കുന്നത്, അല്ല സിറ്റുവേഷൻഷിപ്പായിട്ട് കുറേ എണ്ണത്തിനെ വേറെയും കൊണ്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാം അവർ പറയാതെ തന്നെ അറിയും. അതായത് ഇപ്പോൾ അവർ വർക്കിന് പോകുന്നതാണെങ്കിൽ അവർ നിങ്ങളോട് പറയും. ഓഫീസിലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അവർ പരിചയപ്പെടുത്തി തരും. അവർക്ക് അറിയാം, ഇപ്പോഴാ ഞാൻ ബിനുവിൻ്റെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അഭിനവിൻ്റെ കൂടെ ആയിരുന്നു, ഞാൻ അഭിരാമിയുടെ കൂടെ ആയിരുന്നോടാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഭിരാമി ആരാണ്, അഭിരാമി എങ്ങനെയാണ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്, ഇവൻ്റെ ഫ്രണ്ട് സർക്കിൾ, ഇവളുടെ ഫ്രണ്ട് സർക്കിൾ ആരൊക്കെയാണ്. അങ്ങനെ നമുക്ക് അവരെ കംപ്ലീറ്റ്ലി നമുക്കറിയാം. അവർ നമ്മളെ അവരുടെ ലൈഫ് മൊത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളുടെ അവർ ഒന്നും തന്നെ മറച്ചു വെക്കുന്നുണ്ടാവില്ല. വളരെ ജെന്യൂനായിട്ട് അപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ വീട്ടിലൊരു പ്രോബ്ലം നടക്കണം, വീട്ടിൽ ഫുള്ളും വഴക്കാണ്, അച്ഛനമ്മ ഭയങ്കര വഴക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ലൈഫിലെ എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും എന്നുള്ളതാണ് ഒരു ട്രൂ ലവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ സൈൻ. കാരണം സിറ്റുവേഷൻഷിപ്പ് ആകുമ്പം അവർ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ വേറെ ആളോട് ചാറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവർ ബസ്സിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലുള്ള പാർട്ട്ണർ, അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാരൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്ടിരിക്കുമ്പോൾ അവരുടെ ആൾക്കാരൊക്കെ വിചാരം നിങ്ങളുടെ പാർട്ട്ണർ സിംഗിളായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. നിങ്ങളുള്ള കാര്യം ആർക്കും അറിയില്ല. നിങ്ങളൊരു രഹസ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ രഹസ്യമല്ല, പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാം അവർ റിലേഷൻഷിപ്പിലാണ്, നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ എന്ന് എല്ലാവർക്കും അറിയാം. അവരെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം അവരുടെ ഫാമിലീസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരോടും പറഞ്ഞു കൊണ്ടു നടക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കി ആയിട്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ഒരാളാണ്. ഒരു കാരണവശാലും നിങ്ങൾ അവരെ വിട്ട് കളയരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. സീരിയസ് ആയിട്ടുള്ള നിങ്ങളെ സിറ്റുവേഷൻഷിപ്പ് അല്ലാതെ റിലേഷൻഷിപ്പായിട്ട് ഒരാൾ നോക്കുന്ന ഒരാളുടെ ഒന്നാമത്തെ സൈനാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. രണ്ടാമത്തെ സൈനാണ് കേട്ടിരിക്കുക. ഒരുപാട് നേരം ചുമ്മാ കേട്ടുകൊണ്ടിരിക്കും, എന്നാൽ ആ സമയത്ത് വേറൊന്നും ചെയ്യില്ല. അതായത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കേട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് മൂളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ആ സമയത്ത് അവർ പോയിട്ട് റീൽസ് കാണാനോ വേറെ വർക്ക് ചെയ്യാനോ നിൽക്കില്ല, കേട്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പോലും പറ്റുന്നില്ലെങ്കിലും അവർ ചിലപ്പം പറയണം, എനിക്ക് ഇതിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, നീ ഓക്കെ ആയിട്ടിരിക്കും, ഞാൻ ഉണ്ടല്ലോ നിൻ്റെ കൂടെ, ഞാൻ ഉണ്ട്, അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ നല്ല നിങ്ങൾക്ക് മനസ്സിൽ തട്ടുന്ന നല്ല വാക്കുകൾ പറയും. ഒരു കാരണവശാലും നിങ്ങൾ ആ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അങ്ങനെയൊക്കെ പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻഷിപ്പാണ്. എന്നാൽ അങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് റിലേഷൻഷിപ്പാണ്. അത് ട്രൂ റിലേഷൻഷിപ്പായിട്ടുള്ളൊരു അടയാളമാണ്. അവർ പോവില്ല. നിങ്ങൾ കട്ട് ചെയ്യണം, നീ സംസാരിച്ചോ, നീ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയില്ല, എനിക്ക് പേടിയോ, നീ കട്ട് ചെയ്ത് പോകണ്ട, നീ സംസാരിക്കുക, നീ അവിടെ തന്നെ ഇരിക്കും, നീ പോകണ്ട, ഞാൻ എന്തെങ്കിലും പറയാം, ഞാൻ കഥ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടിത്തരാം, നീ വിഷമിക്കാണ്ട, ഞാൻ ഉണ്ട്, നീ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് പേടിയാവൂടാ, അങ്ങനെ പോകണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാക്സിമം കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ. സിറ്റുവേഷൻഷിപ്പും റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞു തന്നത്. അതായത് സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ അവർ നിങ്ങളൊരു കാര്യം സങ്കടത്തോടെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ, എടാ ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ, ഞാൻ വേഗം വിളിക്കാവേ, ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാവേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തിട്ട് വരാവേ, എനിക്ക് അർജൻറ്റായിട്ടാണ്, ഞാൻ പിന്നെ വരാം കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ അവരെ കാണൂല. പിന്നെ അവരെന്താ അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. കാരണം നിങ്ങളതൊന്ന് കേട്ടിരിക്കാനുള്ള സമയം അവർക്കില്ലെങ്കിൽ നിങ്ങൾ അവർ സീരിയസ് ആയിട്ടല്ല നോക്കുന്നത്. ജസ്റ്റ് സിറ്റുവേഷൻഷിപ്പാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ചുമ്മാ നിങ്ങളൊന്ന് കൊണ്ടു നടക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ട്രൂ ലവ് ആണെങ്കിൽ അവർ ഫോൺ വെക്കാൻ സമ്മതിക്കില്ല. വീഡിയോ കോളിൽ വാ, എന്നെ കണ്ടാൽ ചിലപ്പോൾ നീ ഓക്കെ ആവും, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ കോട്ടുകൾ അയച്ചു തരിക. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം, നീ വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ ജീവിക്കുമ്പോൾ അടിപൊളിയായിരിക്കും, നമ്മൾ കല്യാണം ജീവിക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പം നീ കുറച്ച് സങ്കടപ്പെട്ടാലും അങ്ങോട്ട് നീ സങ്കടപ്പെടേണ്ടി വരില്ല, നീ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ത്വര അവരുണ്ടാക്കി തരും, ജീവിക്കാനുള്ളൊരു താല്പര്യം അവർ ഉണർത്തി തരും, ഒരു ആഗ്രഹം അവർ നിങ്ങളുടെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് എ റിയൽ ട്രൂ ലവ് പേഴ്സൺ. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല.
മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാ ആളുകളും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും ഒരാളോട് പറയുക. അതായത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം അവർ ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട്ണറോടൊന്നും പറയില്ല, അവരായിട്ട് കണ്ടുപിടിച്ചിട്ട് പറയും, നീ ഇന്നടുത്ത് പോയായിരുന്നല്ലേ, കല്യാണത്തിന് പോയായിരുന്നല്ലേ, ഞാൻ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ്, നീ എന്താ എന്നോട് പറയാണ്ടിരുന്നത്. അങ്ങനെ ചിലപ്പം നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുന്നുണ്ടാവില്ല, അല്ലേ? സത്യമല്ല ഇത്? നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. അവരെന്തെങ്കിലും ഒരു വർക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒന്നും നിങ്ങളോട് പറയില്ല. നിങ്ങളായിട്ട് അത് കണ്ടുപിടിച്ചിട്ട്, നീ ഇന്നൊരാളുടെ കൂടെ പോയായിരുന്നല്ലേ, എന്നോട് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ. ഇത് സിറ്റുവേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കേട്ടോ. ഒന്നും അങ്ങനെ പറയൂല. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, അതുപോലെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും മറുപടി ഉണ്ടാവുക. അതായത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ ഇതൊക്കെ എന്തിനാണ് പറയേണ്ട കാര്യം, ഞാൻ മിഠായി മേടിച്ചതും ഞാൻ അത് മേടിച്ച് ചപ്പും പുല്ലെല്ലാം നിന്നോട് വന്ന് പറയണം, അതുകൊണ്ട് എന്താ കാര്യമുള്ളത്, അത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ റിലേഷൻഷിപ്പിൽ? അല്ല. നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രീ സ്പേസ്, അത്രക്കും നമ്മുടെ സിറ്റുവേഷൻഷിപ്പ് അല്ലാണ്ട് ട്രൂ ലവ് ആയിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ എല്ലാം വന്ന് പറയും, എല്ലാം പറയും. ഞാനിന്നൊന്നും പറയേണ്ട, വർക്കിന് പോയിട്ട് അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്നൊരു കാറ് കണ്ടു, അല്ലെങ്കിൽ ഇന്നൊരു ഫ്ലൈറ്റ് കണ്ടു, ഇന്ന് മറ്റവനെ കണ്ടു, എൻ്റെ കൂടെ പഠിച്ചവനെ കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും. എനിക്ക് അവരുടെ ലൈഫിൽ ഒരു ദിവസം നടക്കുന്ന കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയും. അയ്യോ, ഇന്ന് ഓഫീസിൽ മുതലാളി വന്നിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, എടാ മറ്റവനെ കണ്ടു, അവനെ കണ്ടിട്ട് ഒന്നും പറയണ്ട, അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഞാൻ അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചു. ഇങ്ങനെ കുറേ ജഗബഗ സംസാരമായിരിക്കും. എന്തിനാണ് ഇവർ സംസാരിക്കുന്നത്, എന്ത് കാര്യമാണ് സംസാരിക്കുന്നത്? എന്നിട്ട് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കുറച്ച് ഓവറായില്ലേ, ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് ഇട്ട് നിൽക്കാം. ഇങ്ങനെ നിങ്ങളുടെ എല്ലാം വന്ന് ഇങ്ങനെ പറ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആൾക്കാർ ബിസി ആണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കണമെന്നില്ല കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്തുതരാം. ഒരുപാട് ചോദിച്ചാണ്, ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരാൾ നമുക്ക് റീലാണോ എന്നങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് ഉടൻ തന്നെ ഇതിനപ്പുറത്ത് ഒരു വീഡിയോ അത് തന്നെയായിരിക്കും. ഓക്കെ, സോ അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. സിറ്റുവേഷൻഷിപ്പും റിലേഷൻഷിപ്പും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതിൽപ്പെട്ട 1-2 പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തൊരു പോയിൻ്റ് കൂടി, ലാസ്റ്റായിട്ട് ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സിറ്റുവേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, അതായത് ഓപ്പണായിട്ട് ഒന്നും പറയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇത് ബിസി അല്ലെങ്കിൽ ഓക്കെ കേട്ടോ. ഞാൻ പറയുന്നത് ബിസി ആണെങ്കിൽ നിങ്ങൾ ഇത് മൈൻഡ് ആക്കരുത്. കാരണം ചിലപ്പോൾ നല്ല തിരക്കുകളും വർക്ക് പ്രഷറും മൈൻഡ് ശരിയില്ല അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ഫ്രീ ആണ് മൂപ്പര്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു പയ്യനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ മാത്രമാണ് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ അതവരുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ചോദിക്കുക. നിങ്ങളെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ശരിയാവുന്നില്ലെങ്കിൽ ഡ്രോ ബാക്ക് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഒറ്റ ലൈഫേ ഉള്ളൂ. ഓരോന്ന് ആലോചിച്ച് തലമുണ്ടാക്കിയിട്ട് ജീവിതം കളയാണ്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള വഴി മാത്രം നോക്കുക. പാർട്ട്ണറോട് ഏറ്റവും പ്രധാനമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു ബന്ധങ്ങളും മുമ്പോട്ട് പോകില്ല. എന്തുണ്ടെങ്കിലും പറയാം, നിങ്ങളുടെ ഭാഗത്ത് എന്ത് പറയാനുണ്ടോ നിങ്ങൾ അവരോട് പറയാടെ, ഇങ്ങനെയുണ്ട് അല്ലെ എടി ഇങ്ങനെയുണ്ട്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഇപ്പം എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നീ ഉണ്ട് എന്നോട് തുറന്നു പറയാമോ, നീ ശരിക്കും ബിസിയാണോ, അല്ലെങ്കിൽ നിൻ്റെ മൈൻഡ് ഓക്കെ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോ, നാളത്തെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.